ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിറ്റിൽ ആൽബർട്ടിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. ജോൺ ബി വാട്സൺ, അദ്ദേഹമാണ് ബിഹേവിയറിസത്തിൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത്. ജോൺ ബി വാട്സൺ അതുപോലെ തന്നെ റോസ്ലി റെയ്നർ, ഈ രണ്ടു പേര് ചേർന്നിട്ടാണ് ലിറ്റിൽ ആൽബർട്ടിൻ്റെ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഈ എക്സ്പെരിമെൻ്റ് നടത്താനുണ്ടായ പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന ഇവാൻ പാവ്ലോവിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റിയിട്ട്. ഡോഗിലാണ് അദ്ദേഹം കണ്ടീഷനിങ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അപ്പോൾ ആ ആനിമൽസിൽ കണ്ടീഷനിങ് നടത്താൻ പറ്റുമെങ്കിൽ ഹ്യൂമൻസിൽ കണ്ടീഷനിങ് നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് വാട്സനെയും റെയ്നറെയും ലിറ്റിൽ ആൽബർട്ട് എന്ന കുട്ടിയിൽ ഒരു പരീക്ഷണം നടത്താനായിട്ട് തീരുമാനിക്കുന്നതിന് കാരണമായത്. ലിറ്റിൽ ആൽബർട്ട് എന്ന പേര് ആക്ച്വലി ആ കുട്ടിയുടെ യഥാർത്ഥ പേരല്ല. റിസർച്ചിൻ്റെ പർപ്പസിൽ അവർ കുട്ടിയെ വിളിച്ചത് ആൽബ്രറ്റ് ബി എന്ന പേരായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ചരിത്രം ഈ കുട്ടിക്ക് മറ്റൊരു പേര് നൽകി, ലിറ്റിൽ ആൽബർട്ട് എന്ന പേര് നൽകി. ഇനി എന്താണ് ലിറ്റിൽ ആൽബർട്ടിൻ്റെ എക്സ്പെരിമെൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലെ പ്രധാനപ്പെട്ട ടേംസ്: അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻഡ് റെസ്പോൺസ്, ന്യൂട്രൽ സ്റ്റിമുലൈ. ഈ ഇത്രയും ടേംസ് നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ലിറ്റിൽ ആൽബർട്ടിൻ്റെ എക്സ്പെരിമെൻ്റ് എന്താണ് എന്ന് നോക്കാം. ലിറ്റിൽ ആൽബർട്ട് ഈ കൊച്ചുകുട്ടി വളരെ ഹെൽത്തി ആയിട്ട് ജനിച്ച ഒരു കുട്ടിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷൻസ് ഉള്ള, അല്ലെങ്കിൽ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഒത്തിരി ഒന്നും ഉള്ള കുട്ടിയായിട്ടല്ല ഈ കുട്ടിയെ പറ്റി വിവരിച്ചിരിക്കുന്നത്. ലിറ്റിൽ ആൽബർട്ടിന് 9 മാസം പ്രായമുള്ളപ്പോൾ വാട്സണും റെയ്നറും ചേർന്ന് ഈ കുട്ടിയിൽ ഒരു ബേസ് ലൈൻ അസസ്മെൻറ്റ് നടത്തുകയുണ്ടായി. അവർ ബേസ് ലൈൻ അസസ്മെൻറ്റ് നടത്തിയത് എന്താണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവർ വൈറ്റ് റാറ്റിനെ കാണിച്ചു, റാബിറ്റിനെ കാണിച്ചു, ഡോഗിനെ കാണിച്ചു, മങ്കിയെ കാണിച്ചു, അതുപോലെ തന്നെ മാസ്ക് വിത്ത് ആൻഡ് വിത്തൗട്ട് ഹെയർ, കോട്ടൺ, വൂൾ, അതുപോലെ ബേണിംഗ് ന്യൂസ് പേപ്പർ, ഇങ്ങനെ കുറേ സ്റ്റിമുലസ് നമ്മുടെ ലിറ്റിൽ ആൽബർട്ടിനെ കാണിച്ചു. എന്നാൽ ലിറ്റിൽ ആൽബർട്ട് ഫിയർ എന്ന് പറയുന്ന റെസ്പോൺസ് കാണിച്ചത് ഇതിനോടൊന്നുമായിരുന്നില്ല. ഏറ്റവും അവസാനം അദ്ദേഹം ചെയ്തത് ലിറ്റിൽ ആൽബർട്ടിൻ്റെ തലയുടെ പിൻഭാഗത്ത് നിന്നിട്ട് ഒരു വലിയ ഹാമർ വെച്ചിട്ടൊരു സ്റ്റീൽ ബാറിൽ അടിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോൾ ലിറ്റിൽ ആൽബർട്ട് കരയാൻ തുടങ്ങി. ഫിയർ കൊണ്ടാണ് കുട്ടി പേടിച്ച് കരഞ്ഞു. അപ്പോൾ ഫിയർ എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, ഈ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് കുട്ടി പ്രകടിപ്പിച്ചത് ഈ ഒരു ശബ്ദത്തോട് മാത്രമായിരുന്നു. അപ്പോൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് അവർ ഈ ശബ്ദത്തെയാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. ഇവരുടെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് കുട്ടി പ്രകടിപ്പിച്ച ഭയം എന്ന വികാരവുമായിരുന്നു. ബാക്കി എല്ലാ സ്റ്റിമുലസും ന്യൂട്രൽ സ്റ്റിമുലസുകളായിരുന്നു, അതായത് അതിനോടൊന്നും കുട്ടി ഭയം പ്രകടിപ്പിച്ചിരുന്നില്ല. ഇനി അടുത്ത ലെവലിൽ അവർ എക്സ്പെരിമെൻ്റലി അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ന്യൂട്രൽ സ്റ്റിമുലസിനോട് പേടി രൂപപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് അവർ ചെയ്യാൻ ശ്രമിച്ചത്. അതിനുവേണ്ടി ലിറ്റിൽ ആൽബർട്ടിന് 11 മാസം പ്രായമായപ്പോൾ അവർ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. റാറ്റിനെ, അതായത് ഒരു എലിയെ കുട്ടിയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു. കുട്ടി ആ എലിയോട് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ഹാമർ സ്റ്റീൽ ബാറിൽ അടിക്കുന്ന ശബ്ദം കേൾപ്പിച്ചു. അപ്പം കുട്ടിയുടെ മുമ്പിൽ ഈ റാറ്റിനെ പ്രസൻറ്റ് ചെയ്യപ്പെടുകയും കുട്ടി അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റീൽ ബാറിൽ അടിച്ച ശബ്ദമുണ്ടാകുമ്പോൾ കുട്ടി ഭയപ്പെടുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം ഏകദേശം 7 പ്രാവശ്യം ഒരു നെക്സ്റ്റ് 7 വീക്സിലായിട്ട് അദ്ദേഹം ചെയ്തു എന്നാണ് എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. ഗ്രാജുവലി ആൽബർട്ടിന് റാറ്റിനെ കാണുമ്പോൾ തന്നെ ഭയം രൂപപ്പെട്ടു എന്നാണ് സ്റ്റഡിയിൽ തെളിയിച്ചിരിക്കുന്നത്. അപ്പം വാട്സണും റെയ്നറും ചേർന്ന് കുട്ടിയിൽ വളരെ കൃത്യമായിട്ട്
എലിയോട് ഒരു ഫോബിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡെലിബറേറ്റ് ആയിട്ട് തന്നെ ഒരു ഫോബിയ അവർ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ്റെ റെസ്പോൺസ് അത് എലിയോട് മാത്രമല്ല, പതുക്കെ പതുക്കെ റാബിറ്റ്, ഡോഗ്, ഇങ്ങനെയുള്ള കോട്ടൺ, വൂൾ, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ കുട്ടി ഈ ഭയം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അതേസമയം തലമുടി അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഇങ്ങനെയുള്ള ഓബ്ജക്ട്സിനോടൊന്നും കുട്ടിക്ക് ഫിയർ ഉണ്ടായിരുന്നില്ല. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് എന്തിനോട് ഭയപ്പെടണം, എന്തിനോട് ഭയപ്പെടേണ്ട, ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. ആൽബ്രട്ട് ഒരു ഡിസ്ക്രിമിനേഷനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസത്തെ കണ്ടീഷനിങ് നടത്തിയതിന് ശേഷം പതുക്കെ ഈ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇല്ലാതെ റാറ്റിനെ കാണിക്കുമ്പോഴും ഈ പറയുന്ന ഫിയർ പേഴ്സിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് 10 ദിവസത്തിന് ശേഷം അതിൻ്റെ ഫിയറിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞെങ്കിലും 1 മാസത്തിന് ശേഷവും ആ ഫിയർ നിലനിൽക്കുന്നതായിട്ടാണ് നമ്മുടെ സ്റ്റഡിയിൽ കണ്ടെത്തിയത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ സാന്റാക്ലോസിൻ്റെ ഒരു മാസ്കാണ് വെച്ചിരിക്കുന്നത്. ആ മാസ്കിനോട് കുട്ടി ഫിയർ പ്രകടിപ്പിക്കുന്നതാണ് ഈ ഒരു പിക്കിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരു റാബിറ്റ്, ആ റാബിറ്റിനോടും കുട്ടി ഫിയർഫുള്ളായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയിൽ ഫോബിയ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു എക്സ്പെരിമെൻ്റാണ് ലിറ്റിൽ ആൽബർട്ട്സ് എക്സ്പെരിമെൻറ്റ്. വാട്സണും റെയ്നറും ഈ കുട്ടിയുടെ ഫിയർ മാറ്റിയതായിട്ട് സ്റ്റഡീസ് ഒന്നും പറയുന്നില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ കുട്ടിയുടെ പേരൻസ് ആ സ്ഥലത്തൊന്നും മൂവ് ചെയ്തൊന്നും, അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ പിന്നീട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നും പറയുന്നു. പിന്നീട് ഫെർദർ റിസർച്ചേഴ്സ് ലേറ്റർ ഓൺ, ഒരുപാട് കാലത്തിന് ശേഷം ഈ ലിറ്റിൽ ആൽബർട്ടിനെ തപ്പി കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ആദ്യം മറ്റൊരു കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷേ ആ കുട്ടി 6 വയസ്സിൽ മരിച്ചുപോയതായിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് മനസ്സിലായി ആ കുട്ടി അല്ലായിരുന്നു ലിറ്റിൽ ആൽബർട്ട്, മറ്റൊരു കുട്ടിയെ ലിറ്റിൽ ആൽബർട്ട് ആയിരുന്നു എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറയുന്നത് ആ വ്യക്തി ഒരു 82 ഇയേഴ്സിലാണ് മരിക്കുന്നത്. ആ മരിക്കുന്ന സമയത്തും ആനിമൽസിനോട് ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ നമുക്ക് ചില ഫൈൻഡിങ്സൊക്കെ അല്ലെങ്കിൽ ചില ഒബ്സർവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു എക്സ്പെരിമെൻറ്റ്, ലിറ്റിൽ ആൽബർട്ടിനെ വെച്ച് നടത്തിയ എക്സ്പെരിമെൻറ്റ് വാട്സൺ പിന്നീട് പല ടോക്കുകളിലും മെൻഷൻ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ APയുടെ നോംസ് ഒക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റിനെ നമുക്ക് അൺഎത്തിക്കലായിട്ടേ കാണാൻ പറ്റുള്ളൂ. ബിക്കോസ് അത് കുട്ടിയിൽ ഹാം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ലിറ്റിൽ ആൽബർട്ടിൻ്റെ ഈ എക്സ്പെരിമെൻറ്റ് സൈക്കോളജിയിലെ ഒരു ക്ലാസിക് എക്സ്പെരിമെൻ്റാണ്. ഈ എക്സ്പെരിമെൻറ്റിലെ കുട്ടിക്ക് ഭയം ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഭയം ഡെവലപ്പ് ചെയ്തതാണ് ഈ എക്സ്പെരിമെൻ്റ് എങ്കിൽ, ഭയം രൂപപ്പെട്ടു വന്ന ഒരു ഭയം എങ്ങനെ ഇല്ലാതാക്കാം എന്ന് കണ്ടുപിടിച്ച മറ്റൊരു എക്സ്പെരിമെൻ്റ് കൂടിയുണ്ട്. ആ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിതാണ് ലിറ്റിൽ പീറ്റർ എന്ന് പറയുന്ന ഒരു കുട്ടിയിൽ നടത്തിയ ഒരു എക്സ്പെരിമെൻ്റാണ്. അടുത്ത ഒരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ ലിസണിങ്.